ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ട് പലരും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൊതുവായി ആ കാര്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉണർത്തുന്നത്. ആളുകൾ ചോദിക്കാറുണ്ട്, തറാവീഹിന് പുറമെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ പാടുണ്ടോ? 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിക്കുന്നത് അനുവദനീയമാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ രാത്രി നിസ്കാരം അത് എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായ കണക്ക് ശരീഅത്തിൽ വന്നിട്ടില്ല. ഇത്ര റക്അത്തേ നിസ്കരിക്കാൻ പാടുള്ളൂ, അതിൽ കുറഞ്ഞു പോയാൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ കൂടിപ്പോയാൽ അത് തെറ്റാണ് എന്ന് പറയുന്നതായ യാതൊരു തെളിവും ഇല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പതിവായി നിസ്കരിച്ചത് എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 11 റക്അത്തോ അല്ലെങ്കിൽ 13 റക്അത്തോ ആണ് എന്നാണ് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ ദീർഘമായി നിസ്കരിക്കുകയാണ് എങ്കിൽ, ദീർഘമായ ഖിയാമുകളും ദീർഘമായ റുകൂഉം ദീർഘമായ സുജൂദുമൊക്കെ ഒരാൾ ആ 11 13 റക്അത്തായി ചുരുക്കുകയാണ് എങ്കിൽ അത് അഫ്ളലായ കാര്യമാണ് എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അത് ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് അത്രയും ദീർഘമായി നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, ചെറിയ ചെറിയ റക്അത്തുകളാണ് ഒരാൾക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അതിനേക്കാളും കൂടുതൽ റക്അത്തുകൾ നിസ്കരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എങ്ങനെയാണ് രാത്രി നിസ്കാരം, മാദാ തഖൂലു ഫീ ഖിയാമുൽ ലൈൽ, ഖിയാമുൽ ലൈലിൻ്റെ കാര്യത്തിൽ എന്താണ് താങ്കൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു റക്അത്തിൻ്റെ എണ്ണമേ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. മറിച്ച് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് സല്ലി മസ്ന മസ്ന, നീ ഈ രണ്ടായി നിസ്കരിക്കുക എന്നാണ്. നീ സുബഹി ഭയപ്പെടുകയാണ് എങ്കിൽ ഒരു റക്അത്ത് വിത്തർ നിസ്കരിച്ച് ബാക്കിയുള്ളതിനത് വിത്തറാക്കി തീർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, രാത്രി നിസ്കാരത്തിന് അങ്ങനെ ഒരു എണ്ണം അത് ക്ലിപ്തപ്പെടുത്തപ്പെട്ടിട്ടില്ല, ഇത്ര മാത്രമേ നിസ്കരിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് 4 റക്അത്തേ സാധിക്കുന്നുള്ളൂ എങ്കിൽ അത് മതി, ഒരാൾക്ക് 6 റക്അത്തേ സാധിക്കുന്നുള്ളൂ എങ്കിൽ അത് മതി, ശേഷം വിത്തറാക്കാം. ഇനി ഒരാൾക്ക് 10 പുറമെ അല്ലെങ്കിൽ 8 പുറമെ ഒരാൾക്ക് 20 പറ്റും, 30 പറ്റും, ഒരാൾക്ക് അത്രയും നിസ്കരിക്കാം, ശേഷം വിത്രാക്കിയാൽ മതി. ഇതെല്ലാം അനുവദനീയമായ കാര്യമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, രാത്രി തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ മാത്രമേ നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിന് പണ്ഡിതന്മാർ പറയുന്നു, ഓരോരുത്തർക്കും അവരുടെ ഖുദ്റത്തിനനുസരിച്ച് നിസ്കരിച്ചാൽ മതി, ഓരോരുത്തർക്കും എത്ര കഴിയും അത്ര നിസ്കരിച്ചാൽ മതി. ഒരാൾക്ക് രാത്രിയുടെ ആദ്യ ഭാഗത്തിലും മധ്യഭാഗത്തും അവസാന ഭാഗത്തും എല്ലാ ഭാഗത്തും നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും ഫദ്ലാണ്. ഓരോരുത്തർക്കും എത്രയാണോ സാധിക്കുന്നത് അത്രയും ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് രാത്രി തറാവീഹിന് മാത്രമേ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അത് മതി. ഇനി ഒരാൾക്ക് അത് പറ്റുന്നില്ല, അവസാനത്തിൽ മാത്രമേ പറ്റുമെങ്കിൽ അത് മതി. ഇത് സുന്നത്തായ കാര്യമാണ്. ഓരോരുത്തർക്കും എത്രയാണോ സാധിക്കുന്നത് അത്ര നിസ്കരിക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇങ്ങനെ തറാവീഹും ഖിയാമുൽ ലൈലും നടക്കുന്ന സമയത്ത് രണ്ടിലും പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? രണ്ടിലും വിത്തറുണ്ടല്ലോ, ഈ 2 വിത്തറും നിസ്കരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആദ്യത്തെ വിത്തർ ഒഴിവാക്കണോ, അല്ലെങ്കിൽ അവസാനത്തെ വിത്തർ ഒഴിവാക്കണോ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ മറുപടി, 1, 2 വിത്തറാക്കുക എന്നുള്ളത് പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്, രാത്രിയിൽ 2 വിത്തറില്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിത്തറാണ് പറ്റുള്ളൂ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രാത്രിയിൽ അവസാനത്തേത് വിത്രാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമായ നിലക്കല്ല, മറിച്ച് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അവസാനത്തേത് വിത്രാക്കുക എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരാൾക്ക് അവസാനത്തിൽ വിത്രാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് ആദ്യത്തെ തറാവീഹിൽ അത് ഒന്നുകിൽ അയാൾക്ക് ആ വിത്ർ ഒഴിവാക്കാം. പക്ഷെ അതിനേക്കാളും കൂടുതൽ മെച്ചമായി പണ്ഡിതന്മാർ പറഞ്ഞത് ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അതുപോലെ ലജ്നത്തു ദാഇമ, സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭ, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ വിത്തറിനോടൊപ്പം ഒരാൾക്ക് വേണമെങ്കിൽ ഒരു റക്അത്ത് കൂടി കൂട്ടി അത് 12 റക്അത്തായി മാറ്റാം. അപ്പോൾ അത് വിത്തറല്ല. അഥവാ സലാം വീട്ടിയാൽ, ഇമാം പൂർണ്ണമായി സലാം വീട്ടിയാൽ ഒരാൾക്ക് എഴുന്നേറ്റ് ഒരു റക്അത്ത് കൂടി വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം. എന്നിട്ട് പിന്നീട് രാത്രി 11 അല്ലെങ്കിൽ എത്രയാണോ അവിടെ നിസ്കരിക്കുന്നത് അത് അത്രയും വിത്തറടക്കം അങ്ങനെ നിസ്കരിക്കാവുന്നതാണ്. ഇനി ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ രാത്രി 11 ആദ്യം നിസ്കരിച്ചു, പിന്നീട് അവസാനത്തിൽ 8 മാത്രം നിസ്കരിച്ചു, വിത്തർ ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനെയും ഒരാൾക്ക് ചെയ്യാം. ഇനി ഇതല്ല, ഒരാൾ രാത്രിയിൽ ആദ്യം 11 8 മാത്രം നിസ്കരിച്ചു, പിന്നീട് രാത്രി 11 നിസ്കരിച്ചു, അങ്ങനെയും ഒരാൾക്ക് ചെയ്യാം. ചുരുക്കത്തിൽ 2 വിത്തർ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്
മനസ്സിലാക്കേണ്ടത്. എണ്ണത്തിൻ്റെ കാര്യത്തിൽ സഹോദരങ്ങളെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എണ്ണം അത് ഇത്രയേ പാടുള്ളൂ എന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ സാധിക്കുന്നത് പോലെ രാത്രി നമുക്ക് നിസ്കരിക്കാം. ആ നിസ്കാരങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയും ദിക്റുകളൊക്കെ വർദ്ധിപ്പിക്കാം. ഖുർആൻ പാരായണം നിസ്കാരത്തിൽ കേൾക്കുന്നവർക്കും അതിൻ്റെ പ്രതിഫലമുണ്ട്. കേൾക്കുന്നവർക്ക് ഖിറാഅത്ത് കേൾക്കുന്നതിന് ഓതുന്ന ആളുടെ അതേ പ്രതിഫലം കേൾക്കുന്നവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ ഇഖ്ലാസ് ഉള്ളതാക്കുകയും അല്ലാഹു സ്വീകരിക്കുന്ന ഇബാദത്തുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.